In the previous video, we discussed the first paragraph of this chapter, Learning the Game. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള പാഠഭാഗം മുഴുവനായിട്ടും അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ വൊക്കാബുലറി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ രേഖപ്പെടുത്തി അടുത്ത തവണ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. I was then studying in the New English School, Mumbai. മുംബൈയിലുള്ള ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് മൈ ബ്രദർ അജിത് ന്യൂ ദാറ്റ് കമ്പയർഡ് ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ, ശാരദാശ്രം വിദ്യാ മന്ദിർ വേർ രാമകാന്ത് അച്രേക്കർ സർ വാസ് ദി ക്രിക്കറ്റ് കോച്ച് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദി ഗെയിം ഓഫ് ക്രിക്കറ്റ്. ഹിയർ യു ഹാവ് ആൻ ഇമേജ് ഓഫ് അജിത് ടെണ്ടുൽക്കർ. ഇതാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബ്രദറായിട്ടുള്ള അജിത് ടെണ്ടുൽക്കർ. അജിത് ന്യൂ ദാറ്റ്, അജിത്തിനെ അറിയാമായിരുന്നു. കമ്പയർഡ് ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ, മുംബൈയിലുള്ള മറ്റ് സ്കൂൾസുമായി കമ്പയർ ചെയ്യുമ്പോൾ ശാരദാശ്രം വിദ്യാമന്ദിർ വേർ രാംകാന്ത് അച്രേക്കർ സർ വാസ് ദി ക്രിക്കറ്റ് കോച്ച് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. മറ്റ് സ്കൂളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശാരദാശ്രം വിദ്യാമന്ദിർ ക്രിക്കറ്റിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിരുന്നതായിട്ട് അജിത്തിന് അറിയാമായിരുന്നു. രാംകാന്ത് അച്രേക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച് ഇൻ ശാരദാശ്രം വിദ്യാമന്ദിർ. ശാരദാശ്രം വിദ്യാമന്ദിറിലെ ക്രിക്കറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിരുന്നത് ആരായിരുന്നു? രാംകാന്ത് അച്രേക്കർ സർ ആയിരുന്നു. ഹി റെയിൻ സമ്മർ ക്യാമ്പ്സ് ടു, അച്രേക്കർ സാറ് സമ്മർ ക്യാമ്പ്സ് കൂടെ നടത്തുന്നുണ്ടായിരുന്നു. അജിത് വൺ ഡേ ടുക്ക് മീ ടു ദി ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ സർ. ഒരു ദിവസം സച്ചിനെ അജിത്ത് ആ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. Anyone could come for a trial at the camp. ആർക്ക് വേണമെങ്കിലും ഒരു ട്രയൽ നടത്തുവാനായി ക്യാമ്പിലേക്ക് ചെല്ലാമായിരുന്നു. ബട്ട് ദെൻ ഇറ്റ് വാസ് അപ് ടു സർ ടു ഡിസൈഡ് ഹൂ ടു ആക്സെപ്റ്റ്. ആരെ ഈ ക്യാമ്പിലേക്ക് ആക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം എന്ന തീരുമാനം വാസ് കംപ്ലീറ്റ്ലി ഡിസൈഡഡ് ബൈ അച്രേക്കർ സർ. അച്രേക്കർ സാറായിരുന്നു ആ ഒരു തീരുമാനം പൂർണ്ണമായും എടുത്തിരുന്നത്. I was 11 years old then. അപ്പോൾ സച്ചിൻ്റെ പ്രായം എത്രയാണ്? ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പം 11 വയസ്സ് പ്രായം മാത്രമേ സച്ചിൻ ഉണ്ടായിരുന്നുള്ളൂ. അച്രേക്കർ സർ, as I referred to him, started playing cricket at the age of 11 in 1943. 1943 അച്രേക്കർ സാറിൻ്റെ പ്രായം എത്രയാണ്? 11 വയസ്സ്. ആ ഒരു 11 വയസ്സ് തന്നെയാണ് അച്രേക്കർ സാറ് ക്രിക്കറ്റ് എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്. which is the age I was when I went to him for the first time. സച്ചിനും ആ ഒരു 11 വയസ്സിൽ തന്നെയാണ് അച്രേക്കർ സാറിനെ ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ട് കാണാനായി ചെല്ലുന്നതും. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. I had never batted in the nets before. ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹം നെറ്റിൽ ബാറ്റ് ചെയ്ത് അങ്ങനെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നില്ല. and felt somewhat overawed with so many people around. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നതിൽ he was a little bit afraid. ഇത്തിരി ഒരു പേടി അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരുന്നു. when I was asked to bat, അദ്ദേഹത്തോട് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ I was not at all comfortable. അദ്ദേഹം ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. with sir watching me so closely, I failed to make an impact. സാർ എന്നെ ഇത്ര ക്ലോസ് ആയിട്ട് ഇത്ര അടുത്തിരുന്ന് തന്നെ വാച്ച് ചെയ്യുമ്പോൾ he failed to make an impact, an impression. ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സച്ചിന് സാധിച്ചിരുന്നില്ല. ഹി ഫെയിൽഡ് ഇൻ ഇറ്റ്. അതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. സർ കോൾഡ് അജിത് aside and informed him that I was perhaps too young to make the camp. ഈ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ താൻ തീരെ ചെറിയ പ്രായമാണെന്ന് അജിത്തിനോട് അച്രേക്കർ സർ പറഞ്ഞു. and suggested that, എൻ്റെ ഒരു നിർദ്ദേശം കൂടെ വെക്കുകയാണ്, he should bring me back when I was a little older. ഇത്തിരി കൂടെ വലുതായതിനു ശേഷം ആ ഒരു ക്യാമ്പിലേക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ കൊണ്ടുവന്നാൽ മതി എന്ന നിർദ്ദേശമാണ് ആദ്യം തന്നെ അച്രേക്കർ സർ കൊടുത്തിരുന്നത്. My induction into the Mumbai cricket circuit could have ended in failure, but for Ajit's insistence, ഒരുപക്ഷെ my induction means സച്ചിൻസ് ഇൻഡക്ഷൻ, പ്രവേശനം, എൻട്രൻസ് ഇൻ ടു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട്,
മുംബൈ ക്രിക്കറ്റ് ലോകത്തിലേക്കുള്ള സച്ചിൻ്റെ പ്രവേശനം കുഡ് ഹാവ് എൻഡഡ് ഇൻ ഫെയിലിയർ, പരാജയത്തിൽ അവസാനിച്ചു പോയേനെ. ബട്ട് ഫോർ അജിത്സ് ഇൻസിസ്റ്റൻസ്, പക്ഷേ അവിടെ രക്ഷിച്ചത് അജിത്തായിരുന്നു. അജിത്താണ് ഇൻസിസ്റ്റ് ചെയ്തത്, അതായത് കമ്പൽ ചെയ്തത്. എങ്ങനെ പറഞ്ഞിട്ട് ഒരു ചാൻസും കൂടെ കൊടുക്കണമെന്ന് അച്രേക്കർ സാറിനോട് കമ്പൽ ചെയ്യാണ് ആര് ചെയ്തത്, അജിത്ത് ചെയ്തത്. ഹാവിങ് സീൻ മീ പ്ലേ ഇൻ ദ കോളനി, Ajit knew I was capable of performing far better than I had done in front of Achrekar sir. സച്ചിൻ ടെണ്ടുൽക്കർ കോളനിയിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ടിട്ട് അജിത്തിന് അറിയാമായിരുന്നു ദാറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ വാസ് കാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഫാർ ബെറ്റർ. അവിടെ അച്രേക്കർ സാറിൻ്റെ മുന്നിൽ കളിച്ചതിനേക്കാളും എത്രയോ ബെറ്ററായിട്ട്, ഫാർ ബെറ്ററായിട്ട് ആർക്ക് കളിക്കാൻ പറ്റും, സച്ചിന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെന്ന് അജിത്തിന് അറിയാമായിരുന്നു. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഐ വാസ് നെർവസ്. അദ്ദേഹം, അതായത് അജിത്ത് അച്രേക്കർ സാറിനോട് പറയാണ്, സച്ചിൻ വാസ് എ ലിറ്റിൽ ബിറ്റ് നെർവസ്, സച്ചിന് ഇത്തിരി പേടിയുണ്ടായിരുന്നു. ആൻഡ് ആസ്ക് സർ ടു ഗിവ് വൺ മോർ ഓപ്പർച്യൂണിറ്റി, ഒരവസരം കൂടെ അവന് കൊടുക്കണമെന്ന് അജിത്ത് അച്രേക്കർ സാറിനോട് പറഞ്ഞു. ഹൗവർ ഹി സജസ്റ്റഡ് ദാറ്റ് വൈൽ ഡൂയിങ് സോ, അങ്ങനെ ഒരു അവസരം കൊടുക്കുമ്പോൾ സർ ഷുഡ് പ്രിറ്റൻഡ് ടു ഗോ അവേ ആൻഡ് ദെൻ വാച്ച് ഫ്രം എ ഡിസ്റ്റൻസ്, സാറ് അവിടെ നിന്നും പോകുന്നതായിട്ട് അഭിനയിക്കണം, എന്നിട്ട് മാറി നിന്നിട്ട് സച്ചിനെ വാച്ച് ചെയ്യണം എന്നുള്ള സജഷനും കൂടെ അജിത്ത് മുന്നോട്ട് വെക്കുകയാണ്. സർ എഗ്രീഡ്, അത് അച്രേക്കർ സാറ് അംഗീകരിക്കുകയും ചെയ്തു. ബിഫോർ ലോങ് ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ ആൻഡ് വിതൗട്ട് സർസ് ട്രെയിൻഡ് ഐസ് സ്ക്രൂട്ടനൈസിങ് മീ ഓർ സോ ഐ തോട്ട്. ഐ ഫെൽറ്റ് മോർ അറ്റ് ഈസ് and soon started to hit the ball well. അങ്ങനെ സച്ചിനോട് വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ആൻഡ് വിതൗട്ട് സാസ് ട്രെയിൻഡ് ഐസ് സ്ക്രൂട്ടനൈസിങ് മീ, സാറിൻ്റെ ട്രെയിൻഡ് ഐസ്, അതായത് സാറിൻ്റെ കണ്ണുകൾ എന്നെ. ദിസ് ടൈം സർ എഗ്രീ ടു ലെറ്റ് മീ ജോയിൻ ദി ക്യാമ്പ്. ഈ സമയം ഈ ഒരു ബോൾ അടിക്കുന്ന രീതി കണ്ട് ഫൈനലി അച്രേക്കർ സർ എഗ്രീ ടു ആക്സെപ്റ്റ് ഹിം ഇൻ ടു ദി ക്യാമ്പ്. ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്രേക്കർ സർ തീരുമാനിച്ചു. ഐ വാസ് ഡിലൈറ്റഡ് ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ എൻറ്റയർ ലൈഫ് ചേഞ്ച് ചെയ്ത ആ ഒരു മൊമെൻ്റ് ആയിരുന്നു ഈ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പാരഗ്രാഫിൽ ക്യാമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. The camp involved a session every morning and evening at Shivaji Park. ശിവജി പാർക്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആയിട്ടാണ് ക്യാമ്പ് നടന്നിരുന്നത്. I would practice between 7:30 AM and 10:30 AM in the morning. രാവിലെ 7:30 മുതൽ 10:30 വരെ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. And I had come back in the afternoon and practiced till late evening. അതിനുശേഷം, അതായത് 10:30-ക്ക് ശേഷം നേരെ വീട്ടിലേക്ക് വന്നിട്ട് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ്, ആഫ്റ്റർനൂണിൽ വീണ്ടും അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്തിട്ട് വൈകുന്നേരം ലേറ്റ് ആവുന്നത് വരെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ദ ഷെഡ്യൂൾ വാസ് റിഗറസ് ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ദ ഷെഡ്യൂൾ വാസ് സോ റിഗറസ് വിച്ച് മീൻസ് സോ ഹാർഡ് ആൻഡ് വെരി ഹാർഷായിട്ടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു അത്. ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ആ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും ഹി വിൽ ബി കംപ്ലീറ്റ്ലി ടയേർഡ്, പൂർണ്ണമായിട്ടും അദ്ദേഹം ടയേർഡായിരിക്കും, എക്സോസ്റ്റഡ് ആയിരിക്കും. ട്രാവലിംഗ് ടു ശിവജി പാർക്ക് ടുക്ക് 40 minutes ഫ്രം മൈ ഹൗസ് ഇൻ ബാന്ദ്ര ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച് ആൻ ഏർലി ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം. ശിവജി പാർക്കിലേക്ക് പോകുന്നതിന് 40 മിനിറ്റോളം ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ബാന്ദ്ര. ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച് ആൻ ഏർലി മോർണിംഗ് ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം. കൃത്യസമയത്ത് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് അദ്ദേഹത്തിന് ഏർലി മോർണിംഗ് ബസ്സിൽ തന്നെ പോകണമായിരുന്നു. ദെൻ ഐ ഹാഡ് ടു കം ബാക്ക് ഇൻ ദ ഈവനിങ് ആൻഡ് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ്. അതിനുശേഷം ഉച്ചസമയമാകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും ലേറ്റ് ഈവനിങ് വരെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ദ ഷെഡ്യൂൾ വാസ് റിഗറസ് ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ദ ഷെഡ്യൂൾ വാസ് വെരി ടഫ് ആൻഡ് വെരി ഹാർഡ്, ഭയങ്കര റിഗറസ് ആയിരുന്നു ആ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ആ ഒരു ഡേയുടെ അവസാനം ആകുമ്പോഴേക്കും ഹി വിൽ ബിക്കം കംപ്ലീറ്റ്ലി ടയേർഡ്, ഭയങ്കരമായിട്ട് ടയേർഡ് ആവുമായിരുന്നു നമ്മുടെ സച്ചിൻ. ട്രാവലിംഗ് ടു ശിവജി പാർക്ക് ടുക്ക് 40 minutes ഫ്രം മൈ ഹൗസ് ഇൻ ബാന്ദ്ര.
ശിവജി പാർക്കിലേക്ക് എത്തുന്നതിന് ബാന്ദ്രയിലുള്ള തൻ്റെ ഹൗസിൽ നിന്നും 40 മിനിറ്റോളം ബസ്സിൽ ട്രാവൽ ചെയ്യണമായിരുന്നു. ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച് ആൻ ഏർലി മോർണിംഗ് ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം. കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരുന്നതിനായിട്ട് അതിരാവിലെയുള്ള ബസ് ട്രാവലിംഗ് ടു ശിവജി പാർക്ക് ടുക്ക് 40 മിനിറ്റ്സ് ഫ്രം മൈ ഹൗസ് ഇൻ ബാന്ദ്ര. ബാന്ദ്രയിലുള്ള തൻ്റെ വീട്ടിൽ നിന്നും ശിവജി പാർക്കിലേക്ക് പോകുന്നതിന് ഏകദേശം 40 മിനിറ്റോളം എടുക്കുമായിരുന്നു ബസ്സിൽ. ഐ ഹാഡ് ടു ക്യാച്ച് എൻ ഏർലി മോർണിംഗ് ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം. കൃത്യസമയത്ത് ക്യാമ്പിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിരാവിലെയുള്ള ബസ്സിൽ തന്നെ സച്ചിന് പോകണമായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് അജിത് അക്കമ്പനീഡ് മീ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അജിത്തും കൂടെ സച്ചിൻ്റെ കൂടെ പോവുമായിരുന്നു. ടു ഗെറ്റ് മീ യൂസ്ഡ് ടു ദ റൊട്ടീൻ. ആ ഒരു യാത്രയോട് പൊരുത്തപ്പെടുന്നത് വരെ അജിത്ത് സച്ചിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഡ്യൂറിങ് ദ ബസ് ജേർണീസ് ഹി വുഡ് ടോക്ക് ടു മീ ദ നുവാൻസസ് ഓഫ് ബാറ്റിംഗ്. അങ്ങനെയുള്ള ബസ് യാത്രകളിൽ അജിത്ത് സച്ചിനോട് ഈ ബാറ്റിങ്ങിൻ്റെ ടെക്നിക്സിനെ കുറിച്ച്, ബാറ്റിങ്ങിൻ്റെ രീതികളെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുമായിരുന്നു. ആൻഡ് ഐ ഓൾവേസ് എൻജോയ്ഡ് ദിസ് കോൺവെർസേഷൻസ് എ ലോട്ട്. ഈ സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസ് ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു സച്ചിൻ. ഇൻഫാക്ട് the one thing that I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. ബാറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള തോട്ട്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നോട്ട് ആര് കൊടുത്തിരുന്നു? ഈ അജിത്ത് സച്ചിന് കൊടുത്തിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് ദിസ് നോട്ട് ത്രൂ ഔട്ട് ഹിസ് കരിയർ. ഈ ഒരു നോട്ട്, ഈ ഒരു നോളജ് ത്രൂ ഔട്ട് ഹിസ് കരിയറിൽ സച്ചിൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ഇറ്റ് സെർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കോച്ചിങ് മാനുവലായിട്ട് അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒത്തിരി നാൾ നിലനിൽക്കുകയും ചെയ്തു. ഇനി അടുത്ത പാരഗ്രാഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. As a child, I had only one set of cricket clothes and the routine was to wash them as soon as I had returned from the morning session. ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ he had only one set of cricket clothes. ഒരു സെറ്റ് ക്രിക്കറ്റ് ക്ലോത്ത്സ് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദ റുട്ടീൻ വാസ് ടു വാഷ് ദം ആസ് സൂൺ ആസ് ഐ ഹാഡ് റിട്ടേൺ ഫ്രം ദ മോർണിംഗ് സെഷൻ. രാവിലെയുള്ള പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുമല്ലോ, അപ്പോൾ ഹി ഹാസ് ടു വാഷ് ദിസ് ഡ്രസ്. ആ ഒരു ഡ്രസ്സ് കഴുകി ഉണക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഒരു റുട്ടീനായിട്ട് അതങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. വൈൽ ഐ ഹാഡ് മൈ ലഞ്ച് ദ ക്ലോത്ത്സ് വുഡ് ഡ്രൈ ഔട്ട് ഇൻ ദ സൺ. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ക്ലോത്ത്സ് വുഡ് ഡ്രൈ ഔട്ട്, ഉണങ്ങുമായിരുന്നു. ആൻഡ് ഐ വുഡ് വിയർ ദം അഗെയിൻ ഇൻ ദ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂൺ സെഷനിലേക്ക് പോകുമ്പോൾ ആ ഉണങ്ങിയ ഡ്രസ്സ് വീണ്ടും എടുത്തിടും. ദ പാറ്റേൺ വാസ് റിപ്പീറ്റഡ് ഇൻ ദ ഈവനിങ് സോ ദാറ്റ് ഐ കുഡ് യൂസ് ദ സെയിം സെറ്റ് ഓഫ് ക്ലോത്ത്സ് ദ ഫോളോയിങ് മോർണിംഗ്. ഈ ഒരു പാറ്റേൺ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. സോ ദാറ്റ് ഐ കുഡ് യൂസ് ദ സെയിം സെറ്റ് ഓഫ് ക്ലോത്ത്സ് ദ ഫോളോയിങ് മോർണിംഗ്. എങ്കിൽ മാത്രമേ അടുത്ത ദിവസവും ഈ ഒരു ക്ലോത്ത് തന്നെ ഇട്ടിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ദ സിസ്റ്റം വർക്ക്ഡ് വെൽ അപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ്. ഇവിടുത്തെ സിസ്റ്റം ഉദ്ദേശിക്കുന്നത് ദ വേ ഹി ഡ്രൈ ഔട്ട് ഹിസ് ഡ്രസ്സിനെ ഉണക്കിയെടുക്കുന്ന രീതി തന്നെയാണ് ദ സിസ്റ്റം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്ഡ് വെൽ. ഈ ഒരു കാര്യം വർക്ക്ഡ് വെൽ അപ്പാർട്ട് ഫ്രം ഹിസ് പോക്കറ്റ്സ്. പോക്കറ്റിൻ്റെ കാര്യത്തിലൊഴികെ ബാക്കിയുള്ള ഡ്രസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണങ്ങുമായിരുന്നു. പക്ഷേ പോക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തില്ല എന്ന് പറയുന്നത്. There was never quite enough time for the pockets to dry out completely, and for the entire duration of the camp I played with wet pockets. എന്താ, ഈ ഒരു പോക്കറ്റ് ഉണങ്ങാനും മാത്രമുള്ള സമയം ഒരിക്കലും കൊടുക്കാൻ വേണ്ടിയിട്ട് സച്ചിന് പറ്റിയിരുന്നില്ല. കാരണം അപ്പോഴേക്കും അടുത്ത സെഷനിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന ടൈം ആവുമല്ലോ, അങ്ങനെ പോവുമായിരുന്നു. സോ ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പ്, ആ ക്യാമ്പിലുടനീളം വെറ്റ് പോക്കറ്റുമായിട്ട്, നനഞ്ഞ പോക്കറ്റുമായിട്ടാണ് സച്ചിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. By the middle of the summer camp, Sir had started taking an active interest in my batting, and at the end of the 2 months, informed Ajit that I had the potential to be a good cricketer. ഒരു സമ്മർ ക്യാമ്പിന് മിഡിൽ ആകുമ്പോഴേക്കും അച്ഛരേക്കർ സാർ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം കാണിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 2 months, ആ ഒരു 2 മാസക്കാലം അവസാനിച്ചപ്പോഴേക്കും ഹി ഇൻഫോംഡ് അജിത്ത്, അച്ഛരേക്കർ സാറ് അജിത്തിനെ ഇൻഫോം ചെയ്തു ദാറ്റ് ഹി ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗുഡ് ക്രിക്കറ്റർ. ഭാവിയിൽ നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും അബിലിറ്റിയും സച്ചിൻ ഉണ്ടെന്ന് അജിത്തിനോട് പറയാണ്.
However, my school, the New English School in Bandra, did not have the cricket facilities, and sir was keen for me to change the school if I want to pursue cricket seriously. സച്ചിൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ അത്രയധികം ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാറ് ആവശ്യമാണെങ്കിൽ സച്ചിനോട് സ്കൂൾ മാറാൻ വേണ്ടി പറയാണ്. ഇഫ് ഹി ഈസ് വെരി സീരിയസ് അബൌട്ട് ക്രിക്കറ്റ്, ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ സച്ചിൻ സീരിയസ് ആണെങ്കിൽ മാത്രം സ്കൂൾ ചേഞ്ച് ചെയ്യണമെന്ന് ആര് പറയാണ്? അച്രേക്കർ സർ അജിത്തിനോട് പറയാണ്. വൺ ഈവനിങ് സർ കോൾ മൈ ഫാദർ ആൻഡ് പുട്ട് ഫോർവേഡ് ഹിസ് സജഷൻ. ഒരു ദിവസം ഒരു വൈകുന്നേരം സർ കോൾഡ് മൈ ഫാദർ, സച്ചിൻ്റെ ഫാദറിനെ വിളിക്കുകയാണ്. ആൻഡ് പുട്ട് ഫോർവേഡ് ഹിസ് സജഷൻ, ഈ ഒരു സജഷൻ ഫാദറിനോട് പറയുകയും ചെയ്തു. അജിത് വാസ് ഇൻ ദ റൂം വിത്ത് മൈ ഫാദർ അറ്റ് എ ടൈം ആൻഡ് ദേ ബോത്ത് ആക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി. അജിത്തും കൂടെ ആ ഒരു ടൈമിൽ ഫാദറിൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്നു. ആൻഡ് ദേ ബോത്ത് ആക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി. എൻ്റെ പ്രയോറിറ്റി ക്രിക്കറ്റ് ആണെങ്കിൽ സ്കൂൾ ചേഞ്ച് ചെയ്യുന്നതിനോട് രണ്ടുപേർക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ what while he did not have any objections to my changing schools, I should do so only if I was really serious about playing cricket. ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം സ്കൂൾ ചേഞ്ച് ചെയ്താൽ മതി എന്ന് സച്ചിൻ്റെ അച്ഛൻ സച്ചിനോട് പറയാണ്. ഐ അഷ്വർഡ് ഹിം ഐ വാസ്, ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു ദാറ്റ് ഹി ഈസ് സീരിയസ് അബൌട്ട് ക്രിക്കറ്റ്, ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ താൻ സീരിയസ് ആണ് എന്നുള്ള കാര്യം അച്ഛനോട് സച്ചിൻ പറഞ്ഞു. And so it was agreed that I should move to Shardashram Vidya Mandir where Achreka sir was the cricket coach. അങ്ങനെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും ശർദാശ്രം വിദ്യാമന്ദിറിലേക്ക് സച്ചിൻ മാറിച്ചേരുകയാണ് ചെയ്യുന്നത്. All my excess energies were getting channeled into cricket, which acted as a kind of safety valve. All his excess energy, അതായത് അധികമായിട്ട് ശരീരത്തിലുള്ള എല്ലാ എനർജീസും വെർ ഗെറ്റിംഗ് ചാനൽഡ്. ചാനൽഡ് എന്ന് വെച്ചാൽ ഒരു ദിശയിലേക്ക് ഇങ്ങനെ പോകുന്നത് തന്നെയാണ് ചാനൽഡ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ദിസ് ഇസ് എ ചാനൽ. ഇൻ ദിസ് വേ ഓൾ ദ എക്സസ് എനർജീസ് ഓഫ് സച്ചിൻ, സച്ചിൻ്റെ എല്ലാ എക്സസ് എനർജീസും വെർ ഫോക്കസിങ് ഓൺ ക്രിക്കറ്റ് ഓൺലി, ക്രിക്കറ്റിന് മാത്രമായിട്ടാണ് അദ്ദേഹം അത്രയും എനർജി ചെലവഴിച്ചിരുന്നത്. വിച്ച് ആക്ടഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൾവ്. Cricket acted as a kind of safety valve for Sachin. My father always said that all he wanted me to do was give it my best effort without worrying about the result. റിസൾട്ടിനെ കുറിച്ച് ഒട്ടും വറീഡ് ആവാതെ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഒരു കാര്യത്തിൽ ഇടണം, ആ ഒരു കാര്യം മാത്രമാണ് സച്ചിൻ്റെ അച്ഛൻ സച്ചിനോട് പറഞ്ഞിരുന്നത്. In my first year at Shardashram, I played 55 practices matches during the summer break of 60 days. അതായത് സമ്മർ ബ്രേക്ക് എന്ന് പറയുന്നത് 60 days ആണ്, അതായത് 2 months ആണ്. ആ ഒരു 2 മാസ കാലയളവിൽ ഹി പ്ലേഡ് 55 പ്രാക്ടീസ് മാച്ചസ്, 55 പ്രാക്ടീസ് മാച്ചസ് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മൈ സമ്മർ സെഷൻസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് അറ്റ് 7:30 AM ആൻഡ് എൻഡ് അറ്റ് 4:30 PM. സച്ചിൻ്റെ സമ്മർ സെഷൻസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് അറ്റ് 7:30, 7:30 രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 4:30 അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട് അറ്റ് 5 PM ആഫ്റ്റർ ഓൺലി എ 30 minutes ബ്രേക്ക്. ഒരു അരമണിക്കൂർ ബ്രേക്കിന് ശേഷം 5 മണിക്ക് തന്നെ ഈവനിങ് സെഷനും സ്റ്റാർട്ട് ചെയ്യും. ഡ്യൂറിങ് ദ ബ്രേക്ക് സർ വുഡ് ഓഫൺ ഗീവ് മീ സം മണി ടു ഗോ ആൻഡ് ഹാവ് എ വടാപ്പാവ്. ആ ഒരു ബ്രേക്ക് സമയങ്ങളിൽ അച്രേക്കർ സർ സച്ചിൻ്റെ കയ്യിൽ ആവശ്യമായിട്ടുള്ള പണം കൊടുക്കുമായിരുന്നു. ഇൻ ഓർഡർ ടു ഹാവ് എ വടാപ്പാവ്, ഒരു വടാപ്പാവ് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ സച്ചിന് കൊടുക്കുമായിരുന്നു. ഇതാണ് വടാപ്പാവ്, അതായത് മുംബൈയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് ഐറ്റമാണ് ഈ വടാപ്പാവ് എന്ന് പറയുന്നത്. Between 5 PM and 7 PM, I had 5 more net sessions. 5 മണിക്കും 7 മണിക്കും ഇടയിലായിട്ട് he had 5 more net sessions. Towards the last 15 minutes, Sir would place a 1 rupee coin on top of the stumps, and I managed to avoid getting out. The coin was mine. ആ ഒരു 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തിൻ്റെ അവസാന 15 മിനിറ്റിൽ
sir would place a 1 rupee coin at the top of the stumps. സ്റ്റെമ്പിൻ്റെ മേലെയായിട്ട് ഒരു 1 rupee കോയിൻ വെക്കുമായിരുന്നു. ആൻഡ് ഇഫ് ഐ മാനേജ് ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട്, ഞാൻ ഔട്ട് ആവുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നാൽ ദ കോയിൻ വാസ് മൈൻ, ആ കോയിൻ എൻ്റേതാവുമായിരുന്നു. ഇൻ ദിസ് സെഷൻ എവറി ബൗളർ ഇൻ ദ ക്യാമ്പ് വുഡ് കം ആൻഡ് ബൗൾ ടു മീ. ഈ ഒരു സെഷനിൽ അവിടെയുള്ള എല്ലാ ബൗളേഴ്സും വുഡ് ബൗൾ ടു മീ, അദ്ദേഹത്തിന് ബോൾ എറിഞ്ഞു കൊടുക്കും. വിത്ത് സം 60 to 70 ബോയ്സ് ഫീൽഡിങ്, 50-60 ബോയ്സ് ഫീൽഡ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ടാകും. ഇറ്റ് മെന്റ് ഐ ഹാഡ് ടു ഹിറ്റ് എവറി ബോൾ അലോങ് ദ ഗ്രൗണ്ട് ടു സർവൈവ് ദോസ് ഇൻറ്റൻസ് 15 minutes. അവർ ലാസ്റ്റ് 15 minutes പിടിച്ചു നിൽക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ ഹി ഹാഡ് ടു ഹിറ്റ് ഓൾ ദ ബോൾസ്, എല്ലാ ബോൾസും എന്താ അദ്ദേഹത്തിന് ഹിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വിന്നിങ് ദ 1 rupee കോയിൻ യൂസ്ഡ് ടു ഗിവ് മീ ഇൻമെൻസ് സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു 1 rupee കോയിൻ വിൻ ചെയ്യാന്നുള്ളത് സച്ചിന് അത്യധികം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരുന്നു. ആൻഡ് ടോട്ട് മീ ഹൗ ടു കോൺസെൻട്രേറ്റ് ഈവൻ വെൻ ഫിസിക്കലി ഡ്രെയിൻഡ്. ഫിസിക്കലി ഡ്രെയിൻഡ് ആയിരിക്കുന്ന, ഫിസിക്കലി ടയേർഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ലെസൺ ഇതിലെ കൂടെ ആർക്ക് കിട്ടി? സച്ചിന് കിട്ടി. അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ, സർ വുഡ് ടെൽ മീ ടു റൺ 2 full circuits of Shivaji Park with my pads and gloves on. ആ ഒരു എൻഡ് എങ്ങനെയാ? ഈ ഒരു സെഷൻ്റെ അവസാനത്തിൽ അച്രേക്കർ സർ സച്ചിനോട് ആ ഒരു പ്ലേ ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, സർക്യൂട്ട് ഉണ്ടാവുമല്ലോ, അത് 2 റൗണ്ട് ഓടി വരാൻ കൂടെ ആര് പറയായിരുന്നു? അച്രേക്കർ സാറ് പറയായിരുന്നു. വിത്ത് മൈ പാഡ്സ് ആൻഡ് ഗ്ലൗസ് ഓൺ, പാഡ്സും ഗ്ലൗസും ഇട്ടുകൊണ്ട് തന്നെ വേണം ഓടാനും. That was the last part of my training and I had completely exhausted by the end of it. അതാണ് ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. And he will become completely exhausted, completely tired at the end. It was a routine I would repeat right through my, and it helped me to build up physical and mental stamina. ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റൽ സ്റ്റാമിന, മെൻ്റൽ എനർജിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം അദ്ദേഹത്തിന് എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ സമ്മർ ഹോളിഡേയ്സിലും ഈ ഒരു പാറ്റേൺ തന്നെയാണ് സച്ചിൻ ഇപ്പോഴും തുടർന്നു പോരുന്നത് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം.